ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ വിനയൻ സ്വന്തം അമ്മയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ആ തള്ളയ്ക്ക് ഒരു ആവശ്യമില്ല. സുശീലയുടെ സ്വഭാവം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ദയയും ആ നന്ദുവും തമ്മിലുള്ള ബന്ധവും ദയെ പേടിപ്പിക്കുന്ന ആ പ്രേതവും അങ്ങനെയുള്ള ആ കഥകളും അതിന്റെ ഫ്ലാഷ് ബാക്ക് മുഴുവൻ സുശീലയോട് എഴുന്നള്ളിക്കാൻ കേട്ടോ. വിനയന്റെ അമ്മ അത്ര പാവമൊന്നും ആയിട്ട് അഭിനയിക്കുകയാന്നേ ഉള്ളൂ. അത്ര പാവമൊന്നുമല്ല. അവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സാധനം നമ്മുടെ സുശീലയുടെ വായിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വിനയനാണെങ്കിലോ ഇപ്പൊ നന്നായല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്, എൻ്റെ അമ്മേ, ഇതിപ്പോ അനന്തമാഷ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം ചതിച്ച പോലെ ആയില്ലേ? അമ്മയ്ക്ക് എങ്ങനെ തോന്നി അമ്മേ ആ സുശീലയുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയാന്? എടാ, ഞാനതിന് അങ്ങനെയൊന്നും വിചാരിച്ചില്ല. സുശീലയ്ക്ക് അറിയാമെന്ന് കരുതിയിട്ട് അവരെ അനന്തമാഷിന് വീട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയതേ ഇന്ദ്രനെ കാണാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഈ ഒരു കാര്യം തനിക്ക് അറിയാമെന്ന് അവിടെയുള്ളവരെ അറിയിപ്പിക്കാൻ തന്നെ അമ്മയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി ഇക്കാര്യത്തിൽ എന്തേലും സംഭവിച്ച് മാഷിനും കുടുംബത്തിനും എന്തേലും പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം നിന്ന് അമ്മയ്ക്കും എനിക്ക് ഒളിച്ചോടാനൊന്നും കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുശീലയാണെങ്കിലോ ഹർഷയായിട്ട് പുതിയ ഗൂഢാലോചനയിലാണ്. നമ്മുടെ അനുപമയും ഇന്ദ്രനും പുതിയ വീട്ടിൽ താമസമായല്ലോ. അതൊട്ടും സഹിച്ചിട്ടില്ല മൂപ്പത്തിക്ക്. ഇങ്ങനെ പോയി പണ്ട് അവര് വാടക വീട്ടിൽ താമസിച്ചപ്പോ എന്തോ ഒരു സന്തോഷത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് നിനക്കറിയില്ലേ ഹർഷേ? ഇനിയും കുറെ കാലം അവരങ്ങനെ ഒരുമിച്ച് അവിടെ ജീവിച്ചാല് പിന്നീട് ഒരിക്കലും ഇന്ദ്രൻ എന്റെ വരുതിയിലാവില്ല. അനുപമയുടെ പിടിയിൽ നിന്നും അവനൊരു മോചനം ഉണ്ടാവില്ല എന്നൊക്കെ പറയാം കേട്ടോ. ഹർഷയാണെങ്കിലോ എങ്ങനെയെങ്കിലും ഇന്ദ്രനെയും അനുപമയും രണ്ട് പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും മടിയില്ലാതെ നിൽക്കുകയാണ്. ഞാൻ ഇവർ രണ്ടുപേരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, എന്നാലും ആ ജോൾസിൻ പറഞ്ഞതും ജോൾസിന്റെ പ്രവചനം ഒക്കെ കേട്ടിട്ടും അനുപമ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ. അല്ല ആന്റി, മറ്റൊരു വഴിയില്ലെങ്കിലേ ജോൾസ്യൻ പ്രവചിച്ച കാര്യം നമുക്ക് അനന്തമാഷിനെ അറിയിച്ചാലോ? അങ്ങേര് വലിയ അഭിമാനിയല്ലേ. ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അനുപമയെ പിന്നെ ഇന്ദ്രന്റെ കൂടെ ജീവിക്കാൻ വിടുമോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഈ സമയത്താണെങ്കിലോ നമ്മുടെ രവി അവിടെ എത്തിയിട്ടുണ്ട്. രവി ഇവര് തമ്മിലുള്ള സംഭാഷണമൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. രവിയെ കണ്ടതോടുകൂടി പിന്നെ ഹർഷയും നമ്മുടെ സുശീലയും സംസാരങ്ങൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എന്തായാലും രവിക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് അനുപമേനെയും അതേപോലെ തന്നെ ഇന്ദ്രനെയും പിരിക്കാനാണ് ഗൂഢാലോചന നടത്തുന്നതെന്ന് കേട്ടോ. എന്തായാലും അതിനുശേഷം പിന്നീട് നമ്മുടെ സുശീല വീട്ടിലേക്കാണ് ചെല്ലുന്നത്. വീട്ടിലെത്തിയപ്പോൾ പ്രതിഭയാണെങ്കിലോ അമ്മയെ ഭക്ഷണം എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുക. സുശീല ആണെങ്കിലോ മൈൻഡ് പോലും ചെയ്യാതെ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. പ്രതിഭ പിന്നെയും സുശീലയ്ക്ക് ചായ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പോവുകയാണ്. ഇതേ സമയത്ത് സുശീല അകത്തെത്തിയിട്ട് ആലോചിക്കുകയാണ് ഹർഷ പറഞ്ഞ കാര്യം. സച്ചി സാറിന്റെ കയ്യിൽ നിന്നും സ്വർണം കൈക്കലാക്കിയ ആ ഒരു സന്തോഷം സുശീല ഹർഷയോട് പറഞ്ഞിരുന്നു. ഹർഷയാണല്ലോ സുശീലയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി. അതുകൊണ്ട് തന്നെ തോറ്റെന്നൊന്നും ആരും അങ്ങനെ പറഞ്ഞ് നടക്കണ്ട. തനിക്ക് ഈ വിവാഹം കൊണ്ട് നേട്ടം, ഈ ഒരു കാര്യം കൊണ്ട് നേട്ടം തന്നെ ഉണ്ടായിട്ടുള്ളൂ. തനിക്ക് ഈ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ മാത്രമുള്ള സ്വർണം തൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇത്ര നാളും എന്തായാലും സച്ചി ഇവിടെ അന്വേഷിച്ച് വന്നില്ല. ഒരാളെ വിളിച്ച് ചോദിച്ചിട്ടുമില്ല. ഇല്ലെങ്കിൽ ഇവരെല്ലാവരും കൊടുകളെടുത്ത് തൻ്റെ നേരെ വന്നേനെ. അതുകൊണ്ട് ഇനി എന്തായാലും സച്ചി ഈ സ്വർണത്തിനെ കുറിച്ച് ചോദിക്കാൻ വരില്ല. അതുകൊണ്ട് ഹർഷ പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് ബാങ്ക് പോയിട്ട് ഈ ഒരു സ്വർണം എല്ലാം പണമാക്കി അക്കൗണ്ടിൽ സൂക്ഷിക്കണം. അത് തന്നെയാണ് നല്ലതെന്ന് സുശീല മനസ്സിൽ കരുതുകയാണ് കേട്ടോ. ഹർഷ പറഞ്ഞ പോലെ തന്നെ ചെയ്യാമെന്ന്. ഇത്രയും പണം വീട്ടിൽ സൂക്ഷിക്കുന്നത് അപകടമാണ്. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഉടനെ തന്നെ അത് സച്ചി സാറിന് തിരിച്ചു കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് സുശീല പെട്ടെന്ന് തന്നെ ബാങ്കിൽ പോകാനാണ് തീരുമാനിക്കുന്നത് കേട്ടോ. ഇനിയാണ് കഥ നടക്കാൻ പോകുന്നത്. സുശീലയുടെ എന്താ പറയാ അപ്പനെ വിറ്റ ക്യാഷ് ഉണ്ട് നമ്മുടെ സച്ചി സാറിന്റെ കയ്യിൽ. പുള്ളിക്കാരൻ വെറുതെ അങ്ങനെ ഇത്രയും സ്വർണം നമ്മുടെ സുശീലയ്ക്ക് കൊടുത്തു വിടുമോ? അതും നമ്മുടെ ഗോകുലും അറിഞ്ഞുകൊണ്ടാണ്. പക്ഷെ സച്ചി സാറിന്റെ ഭാര്യയ്ക്കാണെങ്കിലോ ഇത്രയും സ്വർണം സുശീല കൊണ്ടുപോയല്ലോ, അത് വലിയൊരു നഷ്ടമായി. അവരെടുത്ത് നിന്ന് തിരിച്ച് വാങ്ങിക്കണം സച്ചിയേട്ടാന്നൊക്കെ പറഞ്ഞു. അതൊന്നും സാരമില്ല, അത് അവരെടുത്തോട്ടെ എന്നൊക്കെയാണ് സച്ചി സാർ പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് സച്ചി സാർ ഗോകുലിന് നോക്കിയൊരു നോട്ടമുണ്ട്. ഗോകുല് തിരിച്ച് അച്ഛനെയും അതിലുണ്ട് എന്തോ ഒരു പണി സുശീലയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന്. മറ്റൊന്നും ആയിരിക്കില്ല, ആ സ്വർണം ഗോൾഡ് ആയിരിക്കില്ല. അത് വെറും ഇമിറ്റേഷൻ ഗോൾഡ് ആയിരിക്കും, ഫാൻസി ടൈപ്പ് ആയിരിക്കും. കണ്ട ഗോൾഡ് എന്ന് തോന്നുന്നേ. സുശീലയ്ക്ക് നല്ലൊരു പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവരിത് കൊടുത്തത്. അഥവാ സുശീല ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുമ്പോൾ നല്ലൊരു സ്ത്രീ ആണെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കേണ്ടതല്ലേ?
അതോടുകൂടി മറ്റൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ സുശീല സ്വർണം തിരിച്ച് ഏൽപ്പിക്കില്ല. സുശീലയുടെ സ്വഭാവം ഇവർക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ സുശീല ഇത്രയും പ്രശ്നം ആ കല്യാണത്തിന് ഉണ്ടാക്കിയതും ബാക്കി ഇങ്ങനെയൊക്കെ അലങ്കോലമാക്കി തങ്ങളെ നാണം കെടുത്തിയതും പിന്നെ ആദ്യത്തെ വിവാഹം മുടക്കാൻ നോക്കിയതും എല്ലാത്തിനും കൂടി ചേർത്താണ് നമ്മുടെ സച്ചി സാറും ഗോകുലും കൂടി സുശീലയ്ക്ക് ഒരു ആപ്പ് വെച്ചിരിക്കുന്നത്. അങ്ങനെ സുശീല എന്തായാലും ഈ സ്വർണം കൊണ്ട് ബാങ്കിൽ എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ, അവരത് ഗോൾഡ് ആണോന്ന് നോക്കിയിട്ടാണല്ലോ പണയം വെക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഇതാക്കുക. അപ്പം പിന്നെ അത് നോക്കുമ്പോൾ തന്നെ ബാങ്കിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റമാണ് സുശീലയുടെ മേൽ വീഴാൻ പോകുന്നത്. അപ്പൊ കല്യാണം നടന്നതും ഇല്ല. സുശീല എന്താ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ അകത്തായി എന്നുള്ള മനോഹരമായ വാർത്തയായിരിക്കും നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് സുശീലയുടെ അധപ്പതനത്തിന്റെ നാളുകളാണ്. പുതിയ മരുമകളെ വീട്ടിൽ കാലെടുത്ത് വച്ചതോട് ആയിരിക്കും ഇത്, എന്താ പറയാ, അതിന്റെ ഒരു ദോഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നായിരിക്കും സുശീല പറയാൻ പോകുന്നത്. എന്തായാലും പ്രതിഭയുടെ കഷ്ടകാലം തന്നെ, അതേപോലെ തന്നെ സുശീലയ്ക്ക് ഇനി അങ്ങോട്ട് കണ്ടകശനിയാണ് കേട്ടോ. അത് സുശീലയും കൊണ്ട് തന്നെ പോകത്തുള്ളൂ. സുശീലയുടെ എല്ലാ തെമ്മാടിത്തരത്തിനും കൂട്ടു നിൽക്കുന്ന ഇന്ദ്രനാണെങ്കിലോ സുശീലയെ വിട്ട് അനുപമയുടെയും കുഞ്ഞിന്റെയും കൂടെ പുതിയൊരു ജീവിതം ആരംഭിച്ചിരിക്കുകയാണ്. അമ്മ ഇനി എന്തെല്ലാം നാടകം നടത്തിയാലും തന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടിയാണ് ഞാൻ ഇനി ജീവിക്കാൻ പോകുന്നതെന്നും ഇത്രയും കാലം താൻ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചില്ലേ, ഇനി കുറച്ച് എൻ്റെ കുഞ്ഞിനും അവന്റെ അമ്മയ്ക്കും വേണ്ടി ഞാൻ ജീവിക്കട്ടെ എന്ന് തന്നെയാണ് ഇന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല സച്ചി സാറിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു സ്വർണം കിട്ടിയെങ്കിൽ ആ വിവാഹം നടക്കാത്ത സ്ഥിതിക്ക് അമ്മ അത് വിറ്റ് പണമാക്കാനല്ലല്ലോ, അത് അങ്ങേരെ തിരിച്ച് ഏൽപ്പിക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നതെന്ന് മാന്യമായിട്ടും എല്ലാവരും ചോദിക്കും. അതോടുകൂടി സുശീലയുടെ തലയിൽ തന്നെ ഈ കുറ്റമാവുകയും ചെയ്യും. അങ്ങനെ എന്തായാലും സച്ചി സാറിനെയും കുടുംബത്തിനെയും ഈ കാര്യത്തിൽ ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. അവരെന്താ സുശീല ഇങ്ങനെ ഒരു സ്വർണം എടുത്തത് പോലും അറിയില്ലെന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവർ കൈ കഴുകുകയും ചെയ്യും. പിന്നെ എന്തായാലും സുശീലയ്ക്കും ഹർഷയ്ക്കും ഇത് കഷ്ടകാലമാണ് കേട്ടോ. ഹർഷയാണല്ലോ ഇങ്ങനെ ഒരു ബുദ്ധി സുശീലയ്ക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പക്ഷെ പാവം ഹർഷയ്ക്കും അറിയത്തില്ല അത് സ്വർണ്ണമല്ല എന്ന്. സത്യസന്ധനായ സച്ചി സാറ് ഇങ്ങനെ ഒരു പണി തനിക്ക് തരുന്നു സുശീല ഒട്ടും പ്രതീക്ഷിച്ചിട്ട് കാണില്ല. ഇത്ര നാളും നമ്മുടെ സച്ചി സാറിനെയും ഗോകുലിനെയും ഒക്കെ പലതരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, നാണം കെടുത്തിയിട്ടുള്ള സുശീലയ്ക്ക് ഇതിലും മാന്യമായ ഒരു പടി എങ്ങനെയാണ് സച്ചി സാറും കുടുംബവും കൊടുക്കുക അല്ലേ? എന്തായാലും നമ്മുടെ സുശീലയുടെ എതിരാളികൾക്കെല്ലാം വളരെയധികം സന്തോഷം കിട്ടുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും സുശീലയുടെ ആ ഒരു പോലീസ് സ്റ്റേഷൻ കയറ്റവും ജയിൽവാസവും എല്ലാം. സുശീലയെ ആ സെല്ലിന്റെ ഉള്ളിൽ ചെന്ന് കാണാനുള്ള ഭാഗ്യം അനുപമയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അല്ലേ? ഇനി ജയിലിൽ കിടന്നാലെങ്കിലും സുശീല നന്നാവെന്ന് വിചാരിച്ചാലോ? അതെന്തായാലും നടക്കാൻ വഴിയില്ല. ഇരട്ടി വശമായിട്ടായിരിക്കും സുശീല പുറത്തേക്ക് വരുന്നത് എന്തായാലും. അതൊക്കെ മരുമകള് വീട്ടിൽ കയറിയതിന്റെ അപശകുനം മൂലം സംഭവിച്ചതാണെന്നും ഇവള് പണ്ട് കല്യാണം ഉറപ്പിച്ചപ്പം ആ പയ്യന്റെ അമ്മായിയപ്പൻ തട്ടിപ്പോയി, ഇവിടെ അമ്മായിയമ്മ ജയിലുമായി. ഇവളുടെ ജാതകം ഒന്ന് ശരിക്കും നോക്കേണ്ടി വരും. എന്തായാലും ഇവളധികം ഇവിടെ വാഴില്ല എന്നൊക്കെ സുശീല പറഞ്ഞു. പ്രതിഭയെ കുറ്റപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും സുശീലയുടെ ആ ഒരു പോലീസ് സ്റ്റേഷൻ വാസം കാണാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.